മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖത്തെ ചെറുത്തു തോൽപ്പിച്ച ജീവിതകഥ പറയുന്ന കാസർഗോഡ് കടുമേനി സ്വദേശിയായ TR ഉഷയെ പരിചയപ്പെടാം. എല്ലാവരെയും ഇരുത്തിക്കളയാമെന്ന് അഹങ്കരിക്കുന്ന രോഗത്തെ ആ ഇരുപ്പിലും അതിജീവിക്കാനാകുമെന്ന് ഉഷ വെല്ലുവിളിച്ചു. തയ്യൽ ഉപജീവനമാക്കിയ ഉഷ കഴിഞ്ഞ 15 വർഷമായി വീൽ ചെയറിലിരുന്ന് തുന്നിച്ചേർക്കുന്നത് തന്റെ ജീവിതം കൂടിയാണ്. റിപ്പോർട്ട് കണ്ടുവരാം. ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനി സ്വദേശിയാണ് 47-കാരി TR ഉഷ. കടുമേനി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. 10ാം ക്ലാസ് ആയപ്പോഴേക്കും അരയ്ക്ക് താഴെ തളർന്നു. പിന്നീട് വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ഉഷ അതിജീവനത്തിന്റെ ചുവടുകൾ കയറി. ആ കഥ പറയാൻ ഉഷ തന്നെയാണ് നല്ലത്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖം 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ചെറുതായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇത് കൂടിക്കൂടി വരുന്ന അസുഖം, പേശികളുടെ ബലം കുറയുന്നത്. 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ പോകാൻ പറ്റാതെ. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി തയ്യൽ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി വീട്ടിൽ നിന്ന് തയ്ക്കുന്നത് കണ്ടുപഠിച്ച് അങ്ങനെ ഞാനും തയ്യൽ പഠിച്ചു. അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് തയ്ക്കാൻ തുടങ്ങി. കുറേ കാലം അങ്ങനെ തയ്ച്ചു. ലേഡീസിൻ്റെ ഡ്രസ്സെല്ലാം തയ്ക്കും. ഞാൻ അയൽവക്കത്തുള്ളവരെല്ലാം അടുത്തുള്ള എല്ലാവരും തന്നെ കൊണ്ടുവരുന്നുണ്ട് തയ്ക്കാനിങ്ങനെ. ഇപ്പോൾ 2 വർഷമായി വീൽ ചെയർ, ഇലക്ട്രിക് വീൽ ചെയർ കിട്ടി. മൈൻഡ് ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കിട്ടിയത്. അതിനുശേഷം പുറത്തേക്കെല്ലാം പോകാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അതിന് മുമ്പ് വരെ ഇങ്ങനെ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഇപ്പം അത്യാവശ്യം പുറത്തേക്കെല്ലാം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് തയ്യൽ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം മാത്രം തയ്ക്കും. ടെലികോളിംഗ് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം 2 വർഷമായിട്ട്. ഹലോ നമസ്കാരം സാർ. ഇത് ജിയോയിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിൻ്റെ ജിയോ നമ്പറിൽ റീചാർജ് ചെയ്യാനായിട്ടുണ്ട്. ഇത് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്. റീചാർജ് ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇന്ന് നാളെ റീചാർജ് ചെയ്യുമോ? ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇപ്പം വീൽ ചെയറിൽ ഇങ്ങനെ വീട്ടിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അങ്ങനെ വലിയ വരുമാനമില്ല. വീട്ടിലെ അച്ഛനും അമ്മയും ഞാനുമാണുള്ളത്. തന്നാലാവുന്ന എന്ത് ജോലിയും ചെയ്യാൻ ഉഷച്ചേച്ചി തയ്യാറാണ്. അത് കേവലം ജീവിത ചെലവിന് വേണ്ടി മാത്രമല്ല, തനിക്കും ഇതൊക്കെ സാധ്യമാവുമെന്ന് തെളിയിക്കുക കൂടിയാണ്. ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഉഷച്ചേച്ചി. കടുമേനിയിൽ നിന്ന് വിജയ് ഷണങ്കൂറിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24. ഉഷ ചേച്ചി അടിപൊളിയാണ് അല്ലേ? നമ്മളിപ്പോൾ പറയായിരുന്നു ഇതുപോലെയൊക്കെ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ തിരക്കിനിടയിലൊക്കെ നമ്മൾ പെട്ടെന്ന് വയ്ക്കും ഇത് എന്തിനാണ് വിളിക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇനി നമ്മൾ ഓർക്കണം, ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളോടെ ചിലർ നമുക്ക് മാതൃക കാട്ടുന്ന വഴികാട്ടികളാകുന്ന ചിലരായിരിക്കും ആ കോളുകൾക്ക് പിന്നിൽ. അപ്പോൾ അതുമാത്രമല്ല, ചെറിയ പ്രശ്നം വരുമ്പോൾ നിരാശപ്പെട്ട് കഴിയുന്നവർക്കൊക്കെ തന്നെ ഊർജ്ജം പകരുന്നുണ്ട് ഉഷ ചേച്ചി.